ബീഹാറിൽ മഹാസഖ്യം അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തേജസ്വി യാദവാണ് അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. ലാലു പ്രസാദ് യാദവിൻ്റെ അവസാനത്തെ മകൻ, അതായത് 9ാമത്തെ മകൻ ആണ് തങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നാണ് മഹാസഖ്യം വ്യക്തമാക്കുന്നത്. തേജസ്വിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എത്ര കണ്ട് ഈ സഖ്യത്തെ നയിക്കാനാകും? നിതീഷ് കുമാറിനെ എത്ര കണ്ട് നേരിടാനാകും? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ രാഷ്ട്രീയ കോണുകളിൽ ഉയരുകയാണ്. നിതീഷും ലാലുവും വലിയ അടുപ്പമുള്ള സുഹൃത്തുക്കളായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ജനതാ രാഷ്ട്രീയത്തിൻ്റെ ചുക്കാൻ പിടിച്ച നേതാക്കളാണ്. ബഡാബായ് ചോട്ടാബായ് എന്നൊക്കെ പറഞ്ഞ് പരസ്പരം അവരുടെ സ്നേഹബന്ധത്തെക്കുറിച്ച് ഒട്ടനവധി ഇടങ്ങളിൽ ആളുകൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാകും. പക്ഷേ ഇത്തവണ നിതീഷിനെ നേരിടാൻ ലാലു രംഗത്തിറങ്ങുന്നത് തൻ്റെ 9ാമത്തെ മകനെയാണ്. അപ്പോൾ മഹാസഖ്യത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി എത്തുകയാണ്. ഒപ്പം തന്നെ ഈ ഘട്ടത്തിൽ അവിടെ മുകേഷ് സഹനിയാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. മുകേഷ് സഹനിയെ ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കുന്നതിന് പിന്നിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടിയുണ്ട് എന്ന കാര്യവും വ്യക്തമാണ്. ഇതിൽ തേജസ്വിയുടെ ഒരു സവിശേഷത, തേജസ്വിക്ക് യുവാക്കൾ, അതുപോലെ യാദവ വിഭാഗത്തിലുള്ള ആളുകൾ, ന്യൂനപക്ഷ വിഭാഗത്തിൽ, പ്രത്യേകിച്ച് മുസ്ലിംകൾ വിഭാഗത്തിൽപ്പെട്ടവർക്കിടയിലൊക്കെ വലിയ ഒരു സ്വാധീനമുണ്ട്. BJPയെ എതിർക്കാൻ കഴിയുന്ന ഒരു നേതാവ് എന്ന നിലയിൽ, നേരിടാൻ കഴിയുന്ന ഒരു നേതാവ് എന്ന നിലയിൽ വലിയ സ്വാധീനമുണ്ട്. പക്ഷേ തേജസ്വിക്ക് ഉള്ളൊരു പ്രശ്നം, ഉന്നത അല്ലെങ്കിൽ ഉയർന്ന സമൂഹങ്ങൾ എന്നൊക്കെ വിളിക്കുന്ന മുന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ കാര്യമായ സ്വാധീനം ഇല്ല എന്നത് ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ യാദവരല്ലാത്ത നോൺ യാദവ് OBC വിഭാഗങ്ങൾക്കിടയിൽ ഉള്ളൊരു സ്വാധീനക്കുറവുണ്ട് എന്ന് കരുതുന്നവരുണ്ട്. അതോടൊപ്പം എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകൾക്കിടയിൽ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥ നേരിടുന്ന വിഭാഗങ്ങൾ, അതായത് ഉയർന്ന ജാതിയാണ് പക്ഷേ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥ നേരിടുന്ന ആളുകൾക്കിടയിൽ ഒരു സ്വാധീനക്കുറവുണ്ട് എന്നൊക്കെയുള്ള ചില വിലയിരുത്തലുകൾ ഉണ്ട്. അതുകൊണ്ടാണ് ഈ വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയുടെ നേതാവ് മുകേഷ് സഹാനിയെ ഉപമുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം ഇത് അത്തരം വിഭാഗങ്ങൾക്കിടയിൽ ഒരു സ്വാധീനം ഉറപ്പിക്കാൻ തേജസ്വിയെ ഈ നീക്കം കൊണ്ട് സഹായിക്കും. കാരണം മുകേഷ് സഹനിക്ക് ആ വിഭാഗങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് നമ്മൾ ഉയർന്ന ജാതി എന്നൊക്കെ വിളിക്കുന്ന വിഭാഗങ്ങൾക്കിടയിൽ കാര്യമായ സ്വാധീനം ഉണ്ട്. അതോടൊപ്പം തന്നെ അങ്ങനെ വരുമ്പോൾ അതൊരു ബാലൻസിന് വഴിവെക്കും എന്നാണ് അവരുടെ ഒരു കണക്ക് കൂട്ടൽ. രാഘവപൂർ മണ്ഡലത്തിൽ നിന്നാണ് തേജസ്വി മത്സരിക്കുന്നത്. നമുക്കറിയാം 2015 തേജസ്വി അവിടെ നിന്ന് ജയിച്ചിരുന്നു. അങ്ങനെയാണ് ആദ്യമായി ഉപമുഖ്യമന്ത്രി ആകുന്നത്. പിന്നീട് 2020 ഇതേ മണ്ഡലത്തിൽ നിന്ന് തേജസ്വി ജയിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഘട്ടത്തിൽ തേജസ്വിക്ക് ഭരണത്തിലെത്താൻ കഴിയുന്നില്ല. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി അന്ന് RJD മാറുന്നൊക്കെയുണ്ട്. 2018 തന്നെ തേജസ്വി പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നുണ്ട്. ബീഹാറിലെ ഏറ്റവും കരുത്തനായ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായി ഉയരുന്നുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടും മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിയുന്നില്ല. സഖ്യത്തിന് ഏറെക്കുറെ 110 സീറ്റോളം മാത്രമേ ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലെ സ്ഥാനം ഏറ്റെടുക്കേണ്ടി വരികയാണ് തേജസ്വിക്ക്. പിന്നീടാണ് അവിടെ നിതീഷ് കുമാർ NDAയുമായി പിണങ്ങുന്നത്. അങ്ങനെ 2022 ഓഗസ്റ്റ് 10 നിതീഷ് NDAയിൽ നിന്ന് പിണങ്ങി പുറത്തു വരുന്നു. ആ പുറത്തു വന്ന സാഹചര്യത്തിൽ മഹാസഖ്യത്തിലെ പാർട്ടികൾക്കൊപ്പം ചേരുന്നു. അങ്ങനെ ഒരു പുതിയ സർക്കാർ അവിടെ രൂപീകരിക്കുന്നു. ആ ഘട്ടത്തിലാണ് പ്രതിപക്ഷ നേതാവായി അതുവരെ പ്രവർത്തിച്ചിരുന്ന തേജസ്വി വീണ്ടും ഉപമുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിക്കുന്നത്. അങ്ങനെ 2 തവണ ബീഹാറിൻ്റെ ചരിത്രത്തിൽ തേജസ്വി ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രിയായി തന്നെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കുറച്ച് ഘട്ടം അവിടെ പ്രതിപക്ഷ നേതാവായും ചുമതലയേറ്റിട്ടുണ്ട്. തേജസ്വിക്ക് വളരെ നല്ലൊരു ഭാവിയുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് കോൺഗ്രസ് നേതാവ് അശോക് ഗെഹ്ലോട്ട്. അശോക് ഗെഹ്ലോട്ടിന് അവിടെ തെരഞ്ഞെടുപ്പിന് ചുമതലയൊക്കെ ഉള്ളൊരു സാഹചര്യത്തിൽ തേജസ്വി തന്നെയാണ് തങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് അശോക് ഗെഹ്ലോട്ട് പറയുന്നു. ഒപ്പം തന്നെ ഇനി വരാനിരിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തേജസ്വിക്ക് വളരെ സുപ്രധാനമായ ഒരു റോളാണ്, ഒരു പങ്കാണ് നിർവഹിക്കാനുള്ളത് എന്ന് അശോക് ഗെഹ്ലോട്ട് വ്യക്തമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ തേജസ്വി തന്നെ മുഖ്യമന്ത്രി ആക്കും എന്ന്, അല്ലെങ്കിൽ ഈ സഖ്യം അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി ആക്കും എന്ന് വ്യക്തമാക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു കാര്യം തറപ്പിച്ച് പറയുന്നു. അത് BJP നേതൃത്വം നൽകുന്ന NDA സഖ്യത്തിനെതിരെയുള്ള തൻ്റെ ശക്തമായ ഒരു പ്രകടനമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുക
എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഏറ്റവും അധികം BJP ഇത്തരം തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്നൊരു പ്രയോഗമാണ് ഇരട്ട എഞ്ചിൻ എന്നുള്ളത്. അതായത് കേന്ദ്രത്തിൽ BJP സർക്കാരുണ്ട്, അപ്പോൾ സംസ്ഥാനത്ത് കൂടി ഒരു BJP അനുകൂല NDA സർക്കാർ ഉണ്ടായാൽ അത് ഒരു ഇരട്ട എഞ്ചിൻ്റെ ഫലം ചെയ്യും എന്ന് BJP എല്ലാ പ്രചരണ ഘട്ടങ്ങളിലും പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ തേജസ്വി അതിനെ പരിഹസിക്കുകയാണ്. ഇരട്ട എഞ്ചിൻ എന്നത് ഒരു എഞ്ചിൻ അഴിമതിയും മറ്റൊന്ന് ഈ കുറ്റകൃത്യം ചെയ്യുന്നതുമാണ്. ആ ഇരട്ട എഞ്ചിന് താൻ തകർക്കും എന്നാണ് തേജസ്വിയുടെ ഒരു പ്രയോഗമായി വരുന്നത്. അപ്പോൾ 2020 നമുക്കറിയാം 23% ആണ് RJDയുടെ അന്നത്തെ വോട്ട് ശതമാനം. ഏറ്റവും അധികം വോട്ടുകൾ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള പാർട്ടി എന്ന 2020 തെരഞ്ഞെടുപ്പിൽ RJD തെളിയിച്ചിട്ടുണ്ട്. BJPക്ക് ഏതാണ്ട് 19.46% വോട്ടുകളാണുള്ളത്. JDUവിനാകട്ടെ 15.35% വോട്ടുകളാണുള്ളത്. അപ്പോൾ ഈ രണ്ട് പാർട്ടികൾ ചേർന്ന് NDA സഖ്യം ഉണ്ടാക്കുമ്പോഴാണ് അത് മറ്റ് RJDയേക്കാൾ മുകളിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് BJP മനസ്സിലാക്കുന്നത്. കോൺഗ്രസ്സിന് അവിടെ കാര്യമായൊരു സ്വാധീനം ഇല്ല എന്ന് തന്നെ പറയാം. എങ്കിലും ഒരു 9% വോട്ട് കോൺഗ്രസ്സിനുണ്ട്. ഇടത് പാർട്ടികളുടെ വോട്ട് 4% അത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമാണ്. അപ്പോൾ തേജസ്വിയെ സംബന്ധിച്ചിടത്തോളം ലാലു പ്രസാദിൻ്റെ മകൻ എന്നതാണ് തേജസ്വിക്കുള്ള ഏറ്റവും ശക്തമായ ഒരു രാഷ്ട്രീയ ബലം. തേജസ്വിക്ക് വലിയ വിദ്യാഭ്യാസമില്ല. 6ാം ക്ലാസ്സോടുകൂടി തന്നെ പഠിപ്പ് നിർത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് തേജസ്വി നീങ്ങി. 10ാം ക്ലാസ് പാസ്സായിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ വലിയ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു അവകാശവാദമൊന്നും തേജസ്വിക്കില്ല. പക്ഷേ ഒരു അറിയപ്പെടുന്ന ഒരു ക്രിക്കറ്റ് താരമായിരുന്നു അവിടെ ബീഹാറിൽ പല പ്രധാന മത്സരങ്ങളിലൊക്കെ കളിക്കാൻ തേജസ്വിക്ക് കഴിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് തേജസ്വി രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. ലാലു പ്രസാദ് യാദവിനെ സംബന്ധിച്ചിടത്തോളം ലാലുവിൻ്റെ 9 മക്കളിൽ 2 പേർ ആൺകുട്ടികൾ, ബാക്കി പെൺകുട്ടികളാണ്. അപ്പോൾ തേജസ്വി യാദവും അതുപോലെ തന്നെ തേജ് പ്രതാപ് യാദവിനും ഒരുപോലെ ആണ് ഈ ബീഹാറിലെ രാഷ്ട്രീയ സാധ്യതകൾ തുറന്നിട്ടത്. കാരണം ലാലു അഴിമതി ആരോപണത്തിൽ കുടുങ്ങി ജയിലിലാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായ ഘട്ടത്തിൽ 2 പേർക്കും ഏതാണ്ട് ഒരേ പോലത്തെ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ തേജസ്വി അത് വളരെ ഫലപ്രദമായി വിനിയോഗിച്ചു. അതേസമയം തേജ് പ്രതാപ് ആകട്ടെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. തനിക്ക് ഭാര്യ അല്ലാതെ മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ട് എന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ അയാൾ തുറന്ന് സമ്മതിച്ചു. അങ്ങനെ ഒരു പ്രതികരണം വന്ന ഘട്ടത്തിൽ തൻ്റെ കുടുംബത്തിൻ്റെയും പാർട്ടിയുടെയും ഒക്കെ പ്രതിച്ഛായയ്ക്ക് കളങ്കം ഏർപ്പെടുത്തിയെന്ന് കണ്ടുകൊണ്ട് RJDയിൽ നിന്ന് പുറത്താക്കാൻ ലാലു തന്നെ അതിന് നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ തേജസ്വിയിലേക്ക് നേതൃത്വം വരികയാണ്. ഇത് തേജസ്വിയെ സംബന്ധിച്ചിടത്തോളം വലിയ സുപ്രധാനമായ ഒരു നേട്ടമാകും. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മഹാസഖ്യത്തെ മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് വലിയ ഒരു മാറ്റത്തിന് വഴിവെക്കും. പല സർക്കാർ, ഇപ്പോൾ ഷീലാ ദീക്ഷിതിനെ പോലെ ഒക്കെയുള്ള ദീർഘകാലം അധികാരത്തിലിരുന്ന ആളുകൾ പിന്നീട് തോൽക്കുന്ന ഒരു സാഹചര്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ പല ഘട്ടങ്ങളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ സമാനമായൊരു സാഹചര്യം ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് മഹാഗഠബന്ധൻ ഉള്ളത്. അപ്പോൾ തേജസ്വിയെ സംബന്ധിച്ചിടത്തോളം അഴിമതി ആരോപണങ്ങളിലും ഒട്ടും കുറവില്ല. IRCTC ഹോട്ടൽ സ്കാം കേസ് എന്ന കേസ് ലാലുവിനെതിരെ വന്നപ്പോഴും ഒക്കെ അതിൽ തേജസ്വിൻ്റെ പേരും ഉണ്ടായിരുന്നു. ഭൂമിക്ക് ജോലി എന്ന ഒരു പദ്ധതി ബീഹാറിൽ ഏർപ്പെടുത്തിയ ഘട്ടത്തിലും ആ സംഭവത്തിലും അതിനെതിരെ CBI കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി രാഷ്ട്രീയ രംഗത്ത് ഒട്ടനവധി അഴിമതി ആരോപണങ്ങൾ തേജസ്വിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് വിവാദങ്ങളിലും അദ്ദേഹം കുടുങ്ങുന്നുണ്ട്. അതൊന്ന് ഈ ഗുജറാത്തിനെ സംബന്ധിച്ച് നടത്തിയ ഒരു പ്രസ്താവനയാണ്, ഗുജറാത്ത് തക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവനയാണ് തേജസ്വിയെ ഒരു വിവാദത്തിൽ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിവാദങ്ങൾ ഒരു വശത്ത്, അഴിമതി ആരോപണങ്ങൾ നേരിട്ട് മറുവശത്ത്, അങ്ങനെ എല്ലാ അർത്ഥത്തിലും കരുത്തനായി തേജസ്വി വരികയാണ്. ഈ RJDയിൽ ഈ വോട്ട് ശതമാനം ഉയർത്താൻ കഴിഞ്ഞാൽ ബീഹാറിൻ്റെ രാഷ്ട്രീയത്തിലൊരു നിർണായക ശക്തിയായി തേജസ്വി മാറുന്നു എന്ന കാര്യം അങ്ങനെ സ്ഥിരീകരിക്കാനാകും. ഒപ്പം തന്നെ തൻ്റെ വളരെ അടുത്ത മിത്രം, അല്ലെങ്കിൽ അടുത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന നിതീഷ് കുമാറിന് ലാലു പ്രസാദ് യാദവ് തേജസ്വിയിലൂടെ നൽകുന്ന തന്ത്രം, തേജസ്വിയിലൂടെ ഒരുക്കുന്ന തന്ത്രം എന്തായിരിക്കും, തേജസ്വിയിലൂടെ നൽകുന്ന മറുപടി എന്തായിരിക്കും, ഇതൊക്കെയാണ് വരാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത്.